Hi everyone. Today we are starting 5th module of Signals and Systems. Here the first topic is solution of linear difference equation and transfer function. That is, in second module we have studied transfer function of a continuous time system and how to determine the response for any particular particular input. Okay, similarly in the case of discrete system also we need to study how to find the transfer function of that system and also find out the response for different inputs. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഓക്കെ, അവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഡിഫറൻഷിയേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഡിഫറൻസ് ഇക്വേഷൻസ് ആർ വി ആർ യൂസിങ്. ഡിഫറൻസ് ഇക്വേഷൻസ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് like this. See this equation, y of n plus 2 plus 1.1 y of n plus 1 plus 0.3 y of n equals x of n plus 1 plus x of n. d by dt of x of t അല്ലെങ്കിൽ d by dt of x y of t, d square by dt square of y of t, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ആ ഡെറിവേറ്റീവിന് പകരം y of n plus 2, y of n plus 1 or y of n minus 1, y of n minus 2, y of n minus 3 അങ്ങനത്തെ ടേംസാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സെറ്റ് ട്രാൻസ്ഫോം, അത് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സിലുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ എക്സ് ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വന്നത്, എക്സ് ഓഫ് എൻ മൈനസ് 1 ഓർ വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ എൻ മൈനസ് 1 ആണ് ബ്രാക്കറ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് സെഡ്, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സെഡ് ട്രാൻസ്ഫോം അതാണ് എക്സ് ഓഫ് സെഡ്. അതിൻ്റെ കൂടെ സെഡ് റേസ് ടു മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എൻ മൈനസ് 1 ആകുമ്പോൾ സെഡ് റേസ് ടു മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ എക്സ് ഓഫ് എൻ മൈനസ് 2 എന്നാകുമ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് 2 എന്നാകുമ്പോൾ എന്നിൻ്റെ കൂടെയുള്ളത് ഏതാ -2 ആണ്. സോ സെഡ് റൈസ് ടു -2 കൊണ്ട് എക്സ് ഓഫ് സെഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ടേംസാണ്. അപ്പോൾ സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യേണ്ട. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് to the Laplace transform of input with initial conditions are considered to be 0 or by neglecting the initial conditions. ഇനീഷ്യൽ കണ്ടീഷൻസിനെ 0 ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സെറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോമിന് പകരം സെഡ് ട്രാൻസ്ഫോം ആണ്. സോ ആക്ച്വൽ ഡെഫിനേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് സെഡ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ദാറ്റ് ഓഫ് ഇൻപുട്ട് വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ആക്ച്വലി ഫസ്റ്റത്തെ ടേം മാത്രമേ നമ്മൾ പഠിച്ച് വെക്കേണ്ടതായിട്ടുള്ളൂ ഈ ഓരോന്നിന്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് 3 ആണെങ്കിൽ സെഡ് റേസ് ടു -3 ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്ന് വരും. ഇനി എൻ പ്ലസ് 1 ആണെങ്കിലോ, അപ്പോൾ സെഡിൻ്റെ കൂടെ റേസ് ടു +1 ആണ് ചെയ്യേണ്ടത്. സെഡ് റേസ് ടു +1 മീൻസ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്ന് വരും. എക്സ് ഓഫ് എൻ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്ന് വരും. ഇനി എക്സ് ഓഫ് എൻ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ സെഡ് ക്യൂബ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ടേബിൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ദെൻ അതറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സിസ്റ്റം തരുന്ന ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഇതിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദി ഫോളോയിങ് ഡിഫറൻസ് ഇക്വേഷൻ. Determine y of n for, determine y of n means y of n is the output. So determine the output or response for an input x of n equals -4 whole raised to -n u of n. Assume initial conditions are 0. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ഇൻപുട്ടിന് ഉള്ള ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ
നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് n+2 plus 1.1 y(n+1) plus 0.3 y(n) equals x(n+1) plus x(n) എന്നാണ്. സോ ടേക്കിംഗ് z ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും z ട്രാൻസ്ഫോം എടുക്കുക. സോ y(n+2) ആയ കാരണം z⁻2 എന്ന് വരും. അതായത് z² y(z) എന്ന് വരും. ദെൻ 1.1 y(n+1) ആകുമ്പോൾ 1.1 അങ്ങനെ തന്നെ ഇടുക. n+1 ആയ കാരണം z വരും ഇൻറ്റു y(z). ഓക്കെ, ദെൻ ഇവിടെ 0.3 y(n) ആയ കാരണം 0.3 അങ്ങനെ തന്നെ ഇടുക. y(n)ൻ്റെ z ട്രാൻസ്ഫോം y(z) തന്നെയാണ്. ദെൻ ഇവിടെ x(n+1) ഉണ്ട്, അപ്പോൾ z ഇൻറ്റു x(z) എന്ന് വരും. x(n)ൻ്റെ z ട്രാൻസ്ഫോം x(z). ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ y(z) കോമൺ ആണ്, സോ അതിന് y(z)നെ ഇവിടെ പുറത്തെടുത്തു. ദെൻ റൈറ്റ് സൈഡിൽ x(z) കോമൺ ആണ്, x(z)നെ പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് y(z) ഡിവൈഡഡ് ബൈ x(z) എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എങ്ങനെ? ഒരു ചെറിയൊരു പാർട്ട് പോയിട്ടുണ്ട് ഇവിടെ. y(z) ഡിവൈഡഡ് ബൈ x(z) ഈക്വൽസ് z മൈനസ് z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z² പ്ലസ് 1.1z പ്ലസ് 0.3 എന്ന് വരും. അതായത് y(z)ൻ്റെ കൂടെ ഇവിടെയുള്ള ടേം റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലോട്ട് വരും, x(z) ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലോട്ട് പോകും. സോ y(z) ഈക്വൽ ടു അങ്ങനെ കിട്ടും. ഇനി അതിനെ തന്നെ നമ്മൾ ഈ x(z)ന് പകരം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് x(n) കറസ്പോണ്ടിങ് ടു ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ അതിനായിട്ട് x(n) നമുക്കറിയാം, തന്നിട്ടുണ്ട് എന്താണ് ഇൻപുട്ട് കണ്ടീഷൻ എന്നുള്ളത്. ഇതാണ് തന്നിരിക്കുന്ന ഇൻപുട്ട് കണ്ടീഷൻ. അപ്പോൾ (-n) ആയ കാരണം നമുക്ക് a(n)u എന്നുള്ള രൂപത്തിലുള്ളതിൻ്റെ ആണ് ജനറലായിട്ട് z ട്രാൻസ്ഫോം അറിയുള്ളൂ. ഇവിടെ -n എന്നുള്ള കാരണം നമ്മൾ അതിന് ജസ്റ്റ് 4നെ 1/, എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് പവറിനെ നമുക്ക് മാറ്റാമല്ലോ. -1/4 (n) എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? z ഡിവൈഡഡ് ബൈ z മൈനസ് a എന്നാണ് നമ്മുടെ സാധാരണ ഫോർമാറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് a ഇറ്റ് ഈസ് -1/4 അല്ലേ. അപ്പോൾ -1/4 കൂടെ വരുമ്പോൾ z പ്ലസ് 1/4 ഇങ്ങനെ വരും. ഓക്കെ, x(z). ഇനി ഈ x(z)നെ നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ x(z)ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടെ നമുക്ക് x(z) കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ x(z)ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. x(z) ഈ z പ്ലസ് 1/4 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഡിവൈഡഡ് ബൈ ഈ ടേമും കൂടെ വരുമല്ലോ. ഓക്കെ, ഇങ്ങനെ വരും y(z). ഈ y(z) കിട്ടിക്കഴിഞ്ഞാൽ y(n) കിട്ടുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. z-ൻ്റെ ടേംസിൽ കണ്ടാൽ പോരാ, n-ൻ്റെ ടേംസിലാക്കണം ഔട്ട്പുട്ടിന്, എങ്കിൽ മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. y(z) എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുത്ത് y(n) കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻവേഴ്സ് z ട്രാൻസ്ഫോം കാണണമെങ്കിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. പക്ഷേ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കേണ്ടത് ആരുടെയാണ്? y(z)ൻ്റെ അല്ല, y(z) ഡിവൈഡഡ് ബൈ z എന്ന് പറഞ്ഞ ടൈമിൻ്റെയാണ്. സോ y(z) ഡിവൈഡഡ് ബൈ z എന്നാക്കുക. ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന z-നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ ഇങ്ങനെയായി. ദെൻ ഡിനോമിനേറ്ററിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഫ്രാക്ഷണലൈസ് ചെയ്തതാണ് ഇങ്ങനെ വന്നത്. z പ്ലസ് 1/2, z പ്ലസ് 1/4, z പ്ലസ് 3/5. ഓക്കെ, ഞാൻ ചെയ്തു. ഇനി ജസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ABCയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടും y(z) ഈക്വൽസ് എക്ക് -20 കിട്ടിയിട്ടുണ്ട്, ബിക്ക് 60/7 കിട്ടി, സിക്ക് 80/7 കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ y(z) എന്നുള്ളതിൻ്റെ ഡിവൈഡഡ് ബൈ z-നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ന്യൂമറേറ്ററിലിടാം. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇതിൽ z/z പ്ലസ് ഹാഫ് ആണെങ്കിൽ z/z+1/2 ആണെങ്കിൽ z/z മൈനസ് a എന്നുള്ള രൂപത്തിലാണ് ഇരിക്കണേ. ഇൻസ്റ്റെഡ് ഓഫ് -a ഇറ്റ് ഈസ് -1/2. സോ a(n)u(n) ട്രാൻസ്ഫോമാണത്. സോ a(n)u എന്നുള്ള രീതിയിലേക്ക് ഇവിടെമായ രീതിക്ക് തന്നെ ഇവിടെമായ രീതിക്ക് തന്നെ. സോ ഇതാണ് y(n). y(z)ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് കറസ്പോണ്ടിങ് സിസ്റ്റം ഫോർ ദാറ്റ് ഗിവൺ ഇൻപുട്ട്. ഓക്കെ, ഈ ഒരു രീതിക്ക് തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കുന്നത്. സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ n+2, n+3 അല്ലെങ്കിൽ n+1 ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെ -1, -2 ആണ് നോക്കാം. സെയിം പ്രൊസീജിയർ. കൂടുതൽ പ്രോബ്ലംസ് ഇതിലുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി നോക്കുക. ഇതാണ് ഇവിടെ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ തരും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഇമ്പൾസ് റെസ്പോൺസ് ചോദിക്കാം, സ്റ്റെപ്പ് റെസ്പോൺസ് ചോദിക്കാം. ഇതൊന്നുമല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ കൂടെ ഡിറ്റർമിൻ ഫ്രീക്വൻസി റെസ്പോൺസ്.
ഓർ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആൻഡ് ഫേസ് റെസ്പോൺസ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിന് 2 പാർട്ടുണ്ട്. അതിലൊന്നാണ് ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പാർട്ടും പിന്നെ അത് ഫേസ് റെസ്പോൺസ് പാർട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസും തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസും അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാം? ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിപ്പിച്ച് കണ്ടിട്ടുണ്ട്. 14 മാർക്ക് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് മാത്രമല്ല, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്, അതിൻ്റെ കൂടെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ y(z) ഈക്വൽസ് z പ്ലസ് 1/2 ഡിവൈഡ് ബൈ z മൈനസ് 1 z പ്ലസ് 1/2 ഡിവൈഡ് ബൈ z പ്ലസ് 1/4 എന്നാണ് കിട്ടിയിരിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതുക കേട്ടോ. ഇതേ കണ്ട ഇവിടെ സി എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നോക്കുക. y(z) ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡയറക്റ്റ് എഴുതി. ആ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ സെഡിന് നമ്മൾ e⁻j എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആദ്യം. ഓക്കെ, അപ്പോൾ സെഡ് ഉള്ളിടത്ത് e⁻j സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ e⁻j എക്സ്പാൻഡ് ചെയ്യാം. e⁻j എക്സ്പാൻഷൻ നമുക്കറിയാം cos ω പ്ലസ് j sin ω എന്നായിരിക്കും. അപ്പോൾ അത് വെച്ച് ന്യൂമറേറ്ററിലെ e⁻j ഡിനോമിനേറ്ററിലെ e⁻j നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഇതിനെ റിയൽ ടേംസിനെ, റിയൽ പാർട്ടിനെ ഒന്നിപ്പിച്ചു, ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്തു. അതായത് ഇതിൽ cos ω 1/2, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ j ഇല്ല, അതായത് അത് റിയൽ പാർട്ടാണ്. ആ റിയൽ പാർട്ടിനെ രണ്ടിൻ്റെയും കൂടെ അടുപ്പിച്ചെഴുതി ഇമാജിനറി പാർട്ടിനെ ഒറ്റയ്ക്ക് എഴുതി. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ cos ω 1/2 റിയൽ പാർട്ടാണ്, അപ്പോൾ അതിനൊരുമിച്ച് എഴുതി ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് എഴുതി. ഓക്കെ, ദെൻ ഇത്ര കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസും. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+jy എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ √(x² + y² എന്നാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പറാണ്, ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ പോളിനോമിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുക ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ന്യൂമറേറ്റർ പോളിനോമിയൽ ഇതായിരുന്നു. അപ്പോൾ ഇതിൽ എക്സിന് പകരം കിടക്കുന്നത് cos ω + ½ ആണ്. അപ്പോൾ √(x² + y² എന്നല്ലേ, അപ്പോൾ √(cos ω + ½ പ്ലസ് ഇമാജിനറി പാർട്ട് sin ω, സോ sin² ω എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്ററിൻ്റെയും സെയിം തന്നെ √(x² + y² എന്നുള്ള രൂപത്തിൽ എഴുതുക. ഇതിനെ കംപ്ലീറ്റ് ആണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത്ര മതി, ഇത്രയേ ഉള്ളൂ. ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട, അതങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അതാണ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് പാർട്ടാണ് ഇത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് h(e⁻j). ഇനി ഫേസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ കണ്ടുപിടിക്കലാണ്. ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുക tan 1 y/x ആണ്. അതായത് tan 1 ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഫ്രാക്ഷനായിട്ട്, അത് a/b എന്നുള്ള രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ന്യൂമറേറ്റർ കോംപ്ലക്സ് നമ്പറിൻ്റെ ആംഗിൾ കാണുക മൈനസ് ഡിനോമിനേറ്റർ കോംപ്ലക്സ് നമ്പറിൻ്റെ ആംഗിൾ. ഓക്കെ, അതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് tan 1 y/x എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ന്യൂമറേറ്റർ പോളിനോമിയൽ എടുത്താൽ y എന്ന് പറയുന്നത് sin ω ആണ്, x എന്ന് പറയുന്നത് cos ω + ½ ആണ്. സോ tan 1 sin ω ഡിവൈഡ് ബൈ cos ω + ½ എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്റർ പോളിനോമിയൽ y എന്ന് പറയുന്നത് sin ω ആണ്, x എന്ന് പറയുന്നത് cos ω + 1/4 ആണ്. അപ്പോൾ tan 1 ഓഫ് sin ω ഡിവൈഡ് ബൈ cos ω + 1/4. ദെൻ ഇടയിൽ മൈനസ് എടുത്താൽ കാരണം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ടേമുകളുടെ ആയിട്ടുള്ള ഇതിൻ്റെ ആംഗിൾ കാണണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ആംഗിൾ മൈനസ് ഡിനോമിനേറ്ററിൻ്റെ ആംഗിളാണ്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത്രേ ഉള്ളൂ ഈ ഒരു പാർട്ടിയിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് ഇതിന് പഠിക്കാനുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഇക്വേഷൻ തരും, അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, ഏതെങ്കിലും ഒരു റെസ്പോൺസ് ഇമ്പൾസ് റെസ്പോൺസ് ആവാം, സ്റ്റെപ്പ് റെസ്പോൺസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഇൻപുട്ട് തന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് ആയിരിക്കാം ചോദിക്കാം. ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ്, 3 കാര്യങ്ങളാണ് ഇത് നമ്മൾ പറഞ്ഞത്. കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്, അത് സോൾവ് ചെയ്ത് നോക്കുക. ഇനീഷ്യൽ കണ്ടീഷൻസ് ഉള്ള പ്രോബ്ലംസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, അതധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ലാണ്ട് 0 ആയിട്ട് അസ്യൂം ചെയ്യുന്ന പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.